ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയുമിതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിലോരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 15-ാം പദ്യം. ആദ്യക്ഷരത്തിലുളവായോന്നിതൊക്കെയുമിതാദ്യക്ഷരത്തിലിടതങ് ആദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലിവയിലോരോന്നെടുത്ത് പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമഃ. ഇതൊക്കെയും ഈ കാണുന്ന പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം ആദ്യക്ഷരത്തിൽ ആദികാരണവും ജന്മനാശങ്ങളില്ലാത്തതുമായ പരബ്രഹ്മത്തിൽ ഉളവായോന്ന് ഉദ്ഭവിച്ചവയാണ്. ഇത് ഈ പ്രപഞ്ചം ആദ്യക്ഷരത്തിൽ ആ പരബ്രഹ്മത്തിൽ തന്നെ അടങ്ങുന്നതും നിലനിന്ന് തിരിച്ചു ലയിക്കുന്നതും കരുതി കണക്കാക്കി ഇവയിൽ 51 അക്ഷരങ്ങളിൽ ആദ്യക്ഷരാൽ ഈശ്വരവാചിയായ ആദ്യത്തെ അകാരം മുതൽ ഓരോന്നെടുത്ത് ഓരോ അക്ഷരമായെടുത്ത് പരികീർത്തിപ്പതിന് പല പ്രകാരത്തിലും ഭഗവാനെ സ്തുതിക്കുന്നതിന് അരുൾക, അനുഗ്രഹിക്കുക. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ഇക്കാണുന്ന പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം ആദികാരണവും ജന്മനാശങ്ങളില്ലാത്തതുമായ പരബ്രഹ്മത്തിൽ പൊന്തി വന്നവയാണ്. ഈ പ്രപഞ്ചം ആ പരബ്രഹ്മത്തിൽ തന്നെ നിലനിന്ന് തിരിച്ച് ലയിക്കുന്നതുമാണ്. ഈ വസ്തുത ധരിച്ച് 51 അക്ഷരങ്ങളിൽ ഈശ്വരവാചിയായ ആദ്യത്തെ അകാരം മുതൽ ഓരോ അക്ഷരമായെടുത്ത് പല പ്രകാരത്തിലും ഭഗവാനെ സ്തുതിക്കുന്നതിന് അനുഗ്രഹിക്കുമാറാകണം. നാരായണന് നമസ്കാരം. പ്രപഞ്ചം ബ്രഹ്മത്തിലുണ്ടായി, ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. വേദാന്തം ഇന്നറിയപ്പെടുന്നത് പോലെയുള്ള ഒരു മതമല്ല. എല്ലാ മതങ്ങൾക്കും ഉറപ്പുറ്റ അടിത്തറ നൽകാൻ കഴിവുള്ള സത്യാന്വേഷണ ശാസ്ത്രമാണത്. ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്ന പ്രപഞ്ചകാര്യരൂപങ്ങളുടെ പരമകാരണം എന്തെന്നന്വേഷിക്കുന്നതാണല്ലോ സത്യാന്വേഷണം. ആധുനിക ശാസ്ത്രങ്ങൾക്കൊന്നും ഇനിയും അത് വെളിപ്പെട്ടു കിട്ടിയിട്ടില്ല. വേദാന്തം അവകാശപ്പെടുന്നത് സൂര്യതുല്യം ആ പരമകാരണം വെളിപ്പെട്ടു കിട്ടിയിട്ടുണ്ടെന്നാണ്. വേദാന്തത്തിൻ്റെ ഈ അവകാശവാദത്തെ ചോദ്യം ചെയ്യാൻ ഇന്നുവരെ മറ്റൊരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, വേദാന്തത്തിൻ്റെ കണ്ടുപിടുത്തം ചിരകാലമായി ആവർത്തിച്ച് പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെടുന്നുമുണ്ട്. ഉപനിഷത്തുക്കളിൽ ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാരോട് പ്രധാനമായി ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഉണ്ടായി മറയുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ എവിടെ നിന്നും ഉണ്ടായി വരുന്നു, എവിടെ നിലനിൽക്കുന്നു, എവിടെ തിരിച്ചു ലയിക്കുന്നു? തൈത്തിരീയോപനിഷത്തിലെ ഭൃഗുവല്ലിയിൽ വരുണപുത്രനായ ഭൃഗു പിതാവായ വരുണനോട് ഈ ചോദ്യം ചോദിച്ചു. വരുണൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഏതിൽ നിന്ന് ഈ പ്രപഞ്ച ഘടകങ്ങൾ പൊന്തി വരുന്നുവോ, ഏതിൽ നിലനിൽക്കുന്നുവോ, ഏതിൽ തിരിച്ചു ലയിക്കുന്നുവോ, ആ പരമകാരണ വസ്തുവാണ് ബ്രഹ്മം. അതിനെ ബുദ്ധിയുടെ ഏകാഗ്രതാരൂപത്തിലുള്ള തപസ്സുകൊണ്ട് കണ്ടെത്തേണ്ടതാണ്.
പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ഉണ്ടായതോ നശിക്കുന്നതോ ആകാൻ സാധ്യമല്ല. ഉണ്ടാകുന്നതും നശിക്കുന്നതും ഒരിക്കലും പരമകാരണമായിരിക്കയില്ല. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ അക്ഷരം എന്ന് വിളിക്കുന്നത്. നാശമില്ലാത്തത് എന്നർത്ഥം. ആദ്യം അവനവൻ്റെ ഹൃദയഗുഹയിൽ സാക്ഷാത്കരിക്കേണ്ടത് ഈ പരമകാരണമായ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമെന്തെന്നും തൈത്തരീയോപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലിയിൽ നിർവചിക്കുന്നു. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്നാണ് നിർവചനവാക്യം. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. സത്യവും ജ്ഞാനവും അനന്തവുമാണ് ബ്രഹ്മം. സത്യമെന്നാൽ ഒരിക്കലും സ്വരൂപത്തിന് മാറ്റമില്ലാത്തത് എന്നർത്ഥം. ജ്ഞാനമെന്നാൽ ശുദ്ധമായ ബോധം എന്നർത്ഥം. അനന്തമെന്നത് കാലം കൊണ്ടോ ദേശം കൊണ്ടോ അവസാനിക്കാത്തത് എന്നർത്ഥം. പ്രപഞ്ചാനുഭവത്തിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു ഘടകം ബോധമാണെന്ന് ചിന്തിച്ചാൽ ആർക്കും തെളിയും. ബോധമായി തുടർന്നാലല്ലേ എവിടെയും ആർക്കും അനുഭവം സാധ്യമാവൂ. അതുകൊണ്ട് അനന്തമായ ഒരു ബോധത്തിൽ ഉദിച്ചസ്തമിക്കുന്ന കാഴ്ചകൾ മാത്രമാണ് പ്രപഞ്ച ദൃശ്യങ്ങൾ. ആ ബോധമോ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യാതെ സനാതനമായി വിളങ്ങുന്ന അക്ഷരസത്യം, അതുതന്നെയാണ് ബ്രഹ്മം. ഉപനിഷത് സാരം മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മസൂത്രത്തിലെ ജന്മാദ്യസ്യ യതഃ എന്ന 2-ാം സൂത്രത്തിൽ ബാദരായണൻ പ്രഖ്യാപിക്കുന്നതും ഇതുതന്നെ. ഈ ജഗത്തിൻ്റെ ജന്മസ്ഥിതി ലയങ്ങൾ ബ്രഹ്മത്തിൽ നിന്നും ഭവിക്കുന്നു എന്നാണ് സൂത്രാർത്ഥം. ശ്രീ ശങ്കര ഭഗവത്പാദർ സൂത്രാർത്ഥം ഇങ്ങനെ വിവരിക്കുന്നു. നാമരൂപങ്ങളിൽ കൂടി പലതായി വേർതിരിഞ്ഞ് കാണപ്പെടുന്നതും അനേകം കർത്താക്കളെയും ഭോക്താക്കളെയും കൊണ്ട് നിറഞ്ഞതും പ്രത്യേകം നിയതമായ ദേശകാല നിമിത്ത ക്രിയാഫലങ്ങളോട് കൂടിയതും മനസ്സുകൊണ്ട് ഭാവന ചെയ്യാൻ കഴിയാത്ത രചനാവൈഭവത്തോടു കൂടിയതുമായ ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സർവജ്ഞവും സർവശക്തിമത്തുമായ ഏതൊരു കാരണത്തിൽ നിന്നും സംഭവിക്കുന്നുവോ അതാണ് ബ്രഹ്മം. ഇക്കാര്യം നല്ലവണ്ണം വിചാരം ചെയ്ത് അനുഭവിച്ചയാളായതുകൊണ്ട് തന്നെയാണ് ആചാര്യൻ ആദ്യക്ഷരത്തിലുളവായുമിതൊക്കെയുമിതാദ്യക്ഷരത്തിലതടങ്ങുന്നതും കരുതി എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ആദ്യക്ഷരാലിവയിൽ ഓരോന്നെടുത്ത് 16 സ്വരങ്ങളും 35 വ്യഞ്ജനങ്ങളും ചേർന്നാണ് 51 അക്ഷരം. ഇവയിൽ ആദ്യത്തെ സ്വരമാണ് ആ എന്ന അക്ഷരം. അപ്പോൾ ആദ്യക്ഷരം മുതൽ എന്ന് പറഞ്ഞാൽ അകാരം മുതൽ എന്നർത്ഥം. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ ഓരോന്നെടുത്ത് ഉപരി എന്ന് പദം പിരിക്കാൻ പാടില്ല. പ്രസ്തുതമായ ശ്ലോകത്തിന് മുമ്പ് തന്നെ അകാരം ചേർത്തുള്ള ശ്ലോകം എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഉപരി എന്ന് പദം പിരിച്ചാൽ ആ ശ്ലോകം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. അതുകൊണ്ട് പരികീർത്തിപ്പതിന് എന്നു തന്നെയാണ് പദം പിരിക്കേണ്ടത്. അകാരത്തെ തൊട്ടു തുടങ്ങുന്നത് അർത്ഥവത്വമാണ്. ഓങ്കാരത്തിലെ ആദിമവർണ്ണമായ അകാരം വിഷ്ണുവിൻ്റെ പ്രതീകമാണെന്ന് നാം 1-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കണ്ടുവല്ലോ. അക്ഷരാണാം അകാരോസ്മി, അക്ഷരങ്ങളിൽ വെച്ച് ഞാൻ അകാരമാണ് എന്ന് വിഭൂതി യോഗത്തിലെ 33-ാം ശ്ലോകത്തിൽ ഗീതയിലും ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജഗത്ത് ഈശ്വരങ്കൽ തുടങ്ങുന്നതും ഒടുങ്ങുന്നതുമായതുകൊണ്ട് എൻ്റെ ഈ കീർത്തന ഗ്രന്ഥത്തിൻ്റെ പ്രധാന ഭാഗവും ഈശ്വര പര്യായമായ അകാരം തൊട്ട് ഓരോ അക്ഷരം ചേർത്ത് രചിക്കാൻ കഴിയുമാറാകണം എന്ന് ചുരുക്കം. ആദികാരണമായ അക്ഷരവസ്തു ശുദ്ധബോധസ്വരൂപമായ പരബ്രഹ്മമാണെന്ന് നാം കണ്ടു. പക്ഷേ ആ പരബ്രഹ്മത്തെ ഒരിടത്തും കാണുവാനില്ലല്ലോ. എങ്ങനെയാണ് ആ സത്യത്തെ കണ്ടറിയുക? ദേഹം കണ്ടല്ലേ നാം ബോധമുള്ള ജീവികളെ തിരിച്ചറിയുന്നത്. അതുപോലെ ഈ ജഗത്ത് ഈശ്വരൻ്റെ ദേഹമാണ്. ജഗത്തെന്ന ദേഹം കണ്ടിട്ട് അതിലിരുന്ന് ആ ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്ന ഈശ്വരനെ ആദ്യം അറിയണം. തുടർന്ന് ഈശ്വരൻ്റെ ശുദ്ധരൂപം സാക്ഷാത്കരിക്കണം. ഇതാണ് വിരാട് രൂപോപാസന വഴിയുള്ള സാക്ഷാത്കാരം. പുരുഷസൂക്തവും
ഇതിഹാസ പുരാണങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒന്നാണ് വിരാട് രൂപോപാസന. ഈ വിരാട് രൂപോപാസനയ്ക്ക് വഴി തെളിക്കണമെന്നാണ് 16-ാം പദ്യത്തിൽ ആചാര്യൻ അപേക്ഷിക്കുന്നത്. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി